പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താ? നമ്മുടെ റിലേഷൻഷിപ്പില് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കും. പക്ഷെ നമ്മൾക്കൊരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് പറ്റണുണ്ടോ? ഈ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ സംഭവമൊന്നും ഇല്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്കുള്ളൂ. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആ റിലേഷൻഷിപ്പ് ലോങ് ടേമില് ഒരു ഹെൽത്തി ആയിട്ട് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ജീവിതത്തില് നമ്മൾക്ക് 2 പേര് എന്ന് പറഞ്ഞാൽ 2 സ്കൂൾ ഓഫ് തോട്ട്സ് ഉള്ള 2 സംസ്കാരത്തിൽ വന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്നത്. അപ്പൊ ആ വിവാഹം കഴിച്ച് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ തോട്ട്സും അയാളുടെ തോട്ട്സും വളരെ ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട്, നമ്മൾക്ക് ആ ഒരു കാര്യങ്ങൾ അയാളോട് പറയണം. അല്ലാതെ നമ്മൾക്കൊരു രോഗം ഉണ്ടെങ്കിലോ, നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ ഒക്കെ അവരറിഞ്ഞിട്ട് ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചാല് പലർക്കും അത് മനസ്സിലാവൂല. അപ്പൊ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ തല്ലുപിടിക്കാൻ പോണം. അല്ലാതെ അവര് ഊഹിച്ചെടുത്ത് ഞാൻ വിചാരിക്കുന്ന എല്ലാ കാര്യവും എനിക്ക് ചെയ്തു തരണം. എങ്കിലും മാത്രമേ എന്റെ ഭർത്താവ് പെർഫെക്റ്റ് ആവൂ എന്ന് വിചാരിക്കണമെങ്കിൽ അതൊരിക്കലും നടക്കില്ല. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുക. കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയത്തും ഈ റിലേഷൻഷിപ്പിൽ ചെയ്യുന്ന ഒരു മണ്ടത്തരാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി തവണ ചെയ്തിട്ടുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യും. കാര്യം എന്താണെന്നറിയാവോ? ചില കാര്യങ്ങൾ ചില ആർഗ്യുമെന്റ്സ് ആവാം, അല്ലെങ്കിൽ അവർ ചെയ്ത മിസ്റ്റേക്ക് ആവാം. ആ മിസ്റ്റേക്ക് നമുക്കറിയാം, ഇത് മിസ്റ്റേക്ക് ആണ്, അയാൾ ചെയ്യണത് റോങ് വേ ആണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എങ്കിലും നമ്മൾ മിണ്ടൂല. കാര്യം എന്നറിയാവോ? കുടുംബ സമാധാനം വേണം. നമ്മളിവിടെ വഴക്കുണ്ടാക്കിയാൽ അപ്പുറത്ത് അവർ കേൾക്കും. അപ്പൊ നാണക്കേടല്ലേ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളങ്ങ് സഹിക്കും. അപ്പൊ ഈ സഹനം എന്ന് പറയുന്നത് ഒന്നിന്റെ ഒരു സൊല്യൂഷൻ അല്ല. പറയേണ്ട കാര്യം പറയേണ്ടടുത്ത് റിയാക്ട് ചെയ്യുകയല്ല, റെസ്പോണ്ട് ചെയ്യണം. നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ് നമ്മളുടെ കാര്യം ക്ലിയർ ആക്കണം. അത് ക്ലിയർ ആക്കിയില്ലെങ്കിൽ എന്ത് പ്രശ്നം അറിയാമോ? ഈ സെയിം കാര്യം തന്നെ ഇയാൾ പിന്നെയും പിന്നെയും ചെയ്യും. അല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും. അപ്പൊ ആ ഒരു കാര്യം ചെയ്യണം കൊണ്ട് തന്നെ അവർ കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ എന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നാലും അതിനെ അഡ്രസ്സ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു കാര്യങ്ങൾ ശരിയായ ദിശയിലാക്കാനായിട്ടുള്ള ലെവലിലേക്കുള്ള ശ്രമകരമായിട്ടുള്ള ശ്രമം നമ്മുടെ നടത്തുക. എന്നിട്ട് നടക്കണില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന്ന് വേണ്ടാന്ന് വെക്കുക. കാരണം എന്താ അറിയോ? കൂടുതൽ പോകുന്തോറും പാറ്റേൺ ആണ്. അവരെ നന്നാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അത് അഡ്രസ്സ് ചെയ്യുക. അവര് ചേഞ്ച് ചെയ്യണുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് അത് വെച്ച് പോവുക. മാറ്റാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അൺനെസറി ആയിട്ട് അതിൽ പോയിട്ട് ഒരു ടോക്സിക് സൈക്കിളിൽ കിടന്നിട്ട് ജീവിതം നശിപ്പിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല ആൾക്കാരും വിവാഹമൊക്കെ കഴിക്കും. ചിലപ്പോൾ നല്ല പണമുള്ള വീട്ടിലേക്കായിരിക്കും കെട്ടണേ. കെട്ടിയവന് ഭയങ്കര നല്ല ജോലി ഉണ്ടാവും. അപ്പൊ അവര് വിചാരിക്കും ഞാൻ എല്ലാം രക്ഷപ്പെട്ടു, ഇനി ഇങ്ങേരെല്ലാം ചെയ്തോളും. അത് വളരെ മണ്ടത്തരമാണ്. അപ്പൊ സ്വന്തം വീട്ടുകാരെ വിട്ടുകളയും. അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സന്തോഷം വിട്ടുകളയും. ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ജോലിയുണ്ട്, അതും വിട്ടുകളയും. അപ്പൊ നിങ്ങളൊരു മനസ്സിലാക്കേണ്ട കാര്യം, ഏത് സ്ഥലത്തും നമ്മൾക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവണം. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള ഒരു നിൽപ്പുണ്ടാവണം. അവയില്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റണെന്നറിയാമോ? കുറെ കഴിയുമ്പോൾ നമ്മളൊരു വാല്യൂ ഇല്ലാത്ത ഒരാളായിട്ട് മാറും. അപ്പൊ ഓവറായിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ കുറെ കൊടുക്കുക എന്ന് പറയണത് ആ അവൈലബിലിറ്റി ഒരിക്കലും നമ്മളെ സഹായിക്കില്ല. ഒരു റിലേഷൻഷിപ്പിനെ അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോയില്ല. അപ്പൊ നമ്മളുടെ ഹോബീസ് മനസ്സിലാക്കണം. നമ്മളുടെ പ്രയോറിറ്റീസ് നമ്മുടെ അച്ഛനും അമ്മയാവാം, നമ്മുടെ റിലേറ്റീവ്സ് ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം. ഇവർക്കൊക്കെ സമയം കൊടുക്കണം. ഒപ്പം നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള ലെവലില് ഒരാളുടെ അടുത്തും ഭിക്ഷ മേടിക്കാതെ ജീവിക്കാനായിട്ടുള്ള ലെവലിലേക്ക് നമ്മൾക്കൊരു കരിയറും ബിൽഡ് ചെയ്യണം. കാര്യം ഇന്നത്തെ കാലത്ത് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ചിലപ്പോൾ 20 വർഷം 30 വർഷമൊക്കെ കഴിയുമ്പോൾ ബ്രേക്കപ്പ് ആവുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അവസ്ഥ വരരുത്. ഞാൻ എന്റെ ജീവിതം മുഴുവൻ കളഞ്ഞു. ഇപ്പൊ മക്കളും ഇല്ല, ഭർത്താവും ഇല്ല, അല്ലെങ്കിൽ ഭാര്യയില്ല. ഇതൊന്നും നമ്മൾ പറയേണ്ട അവസ്ഥ വരരുത്. നമ്മുടെ ലൈഫിനെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ ഗുണം എന്നറിയാമോ? നമ്മളെ മറ്റ് റിലേഷൻഷിപ്പ് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾക്ക് വാല്യൂ നമ്മൾ കൊടുത്താൽ, നമ്മൾക്ക് നമ്മൾ റെസ്പെക്ട് കൊടുത്താൽ, നമ്മുടെ സന്തോഷത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ, നമ്മളുടെ പങ്കാളി നമുക്ക് തരും. ആ സറൗണ്ടിങ്സ് എല്ലാം മാറും. അപ്പൊ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ ഏത് റിലേഷൻഷിപ്പും നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റും. നിങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റും.